എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ITIകളിലേക്കുള്ള 2025 വർഷത്തെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ITI അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് ഒന്നുകിൽ സ്വന്തമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷയുടെ പ്രൊസീജിയർ വരുന്നത് എന്നുള്ള കാര്യം പറയാം. കാരണം ആദ്യം തന്നെ ഇത് പറയാൻ കാരണം പല വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം അപേക്ഷ സമർപ്പിച്ച് ഒരു ഫൈനൽ കൺഫർമേഷൻ നടത്താത്തത് കാരണം അവർക്ക് അലോട്ട്മെൻറ്റിൽ അതായത് ഇതിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിലൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്ത ശേഷം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് അതായത് ഈ ഒരു അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ITIകളിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യണം. അങ്ങനെ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ആവുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തു എന്ന് വിചാരിച്ച് നിങ്ങളുടെ ITI ആപ്ലിക്കേഷൻ കൺഫേം ആവത്തില്ല. നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും ആ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITIയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു അപേക്ഷാ ഫോം കൊടുത്ത് അവിടെ നിന്ന് അതായത് ആ ഒരു ITIയിൽ നിന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യണം. അതായത് നിങ്ങൾ ഇതിന് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് വെരിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ആവത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷനൊന്നും കിട്ടത്തില്ല. അതുപോലെ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പോലും നിങ്ങൾ വരില്ല. വെറുതെ ഓൺലൈനായിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ITIയിൽ പോയിക്കൊണ്ട് നിങ്ങൾ വെരിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ITIadmissions.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിലും കാണാം 78 ട്രേഡ്സിൻ 108 ഗവൺമെൻറ് ITIs അപ്ലൈ നോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആ ഒരു ലിങ്കിൽ അതായത് അപ്ലൈ നോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ മുകളിലുള്ള അപ്ലൈ നോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു സ്ക്രോൾ ചെയ്ത് പോകുന്ന അപ്ലൈ നോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യാനുള്ള പേജിലേക്ക് ഈ ഒരു പേജ് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം വിവിധ ITIകളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലൈ ഓൺലൈൻ അതായത് അപ്ലൈ ഓൺലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. നിലവിൽ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ലിങ്കുകളും കാര്യങ്ങളൊന്നും വെബ്സൈറ്റിൽ വന്നിട്ടില്ല. ഇത് വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ അതായത് ആപ്ലിക്കേഷൻ ഫോം ഫോർ ടെസ്റ്റിംഗ് ഓൺലി എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തുള്ളത്. അതായത് ITI അഡ്മിഷൻ്റെ നടപടികൾ നിലവിൽ ആരംഭിച്ചിട്ടില്ല. ഏകദേശം ഈ ആഴ്ചക്കുള്ളിൽ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ അതായത് ITI അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച ശേഷമുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിലവിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് അതായത് ITI ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അബൌട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ITI എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗവൺമെൻറ് ITIകളുടെ ആ ഒരു ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അത് നോക്കാം. ഇവിടെ ഗവൺമെൻറ് ITIs എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളല്ല ITI ആണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഈ ഒരു ഗേൾസ് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് വുമൺ എന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. കോമൺ ആയിട്ട് അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ പ്രത്യേകിച്ച് വുമൺ എന്ന് കൊടുത്തിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു ഫോട്ടോ കാണാം. ജസ്റ്റ് ആ ഒരു ഫോട്ടോയുടെ ആ ഒരു അതായത് മുകളിൽ അതായത് ആ ഒരു പേരിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ITIയിലുള്ള കോഴ്സുകളെ പറയുന്നത് ട്രേഡ് എന്നാണ്. പോളിടെക്നിക്കിൽ അത് ഈ ഒരു അതായത് ബ്രാഞ്ച് എന്നാണ് പറയുന്നതെങ്കിൽ ITIകളിൽ ഇതിനെ ട്രേഡ് അതായത് ഓരോ കോഴ്സുകളെയും ട്രേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് അതിന് നേരെയുള്ള ഈ ഒരു വീഡിയോ ലിങ്കുകൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി മറ്റ് കോളേജുകളുടേത് അറിയണമെങ്കിൽ നേരത്തെയുള്ള അതായത് അബൌട്ടിൽ പോയിട്ട് ഗവൺമെൻറ് ITIയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ITIകളുടെയും ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് വീണ്ടും പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് ഏത് ITIകളുടെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെയുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കോഴ്സിന് നേരെയുള്ള വീഡിയോ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതൊന്നുകിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാം അല്ലെങ്കിൽ അക്ഷയ വഴി അപേക്ഷിക്കാം, ഇൻ്റർനെറ്റ് കഫേകളോ അപേക്ഷിക്കാം. സ്വന്തമായിട്ട് അപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ അബൌട്ടിൽ ക്ലിക്ക് ചെയ്ത് ഹൗ ടു അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്ന് സംബന്ധിച്ചുള്ള യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂസർ മാനുവലിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതുമായി ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ യൂസർ മാനുവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാം
സമർപ്പിക്കാം എന്നുള്ള PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കിയിട്ട് ലഭ്യമാകുന്നതായിരിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്, അതായത് ITIയിലേക്കുള്ള ആ ഒരു അപേക്ഷ എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാമെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ പ്രിൻ്റ് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് 2024 ആ ഒരു PDF ആണ്. അപ്പോൾ 2025 ഉടൻ തന്നെ അപ്ലോഡ് ആവും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ നിങ്ങൾ SC/ST വിഭാഗമാണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, മറ്റു വിഭാഗത്തിലുള്ളവർ ആണെങ്കിൽ നോൺ ക്രിമിലിയർ, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള ഡോക്യുമെൻറ്റ്സ് മതിയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ ആവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾ അപേക്ഷ ഓൺലൈനായിട്ട് കൊടുക്കുക. ഓൺലൈനായിട്ട് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ഓൺലൈനായിട്ട് അപേക്ഷ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏത് ഗവൺമെൻറ് ITI ആണോ തൊട്ടടുത്തുള്ളത് ആ ഒരു ITIയിൽ പോവുക. അവിടെ നിന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ നോക്കിയിട്ട് വെരിഫൈ ചെയ്യും. അത് അവരുടെ കമ്പ്യൂട്ടറിൽ വെരിഫൈ ചെയ്യും. അങ്ങനെ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയി എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിവിധ ITIകൾ അവരുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ, അതായത് ITIകളിൽ നിന്ന് വിളിക്കും. അതായത് ഇന്ന ദിവസം ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവിധ ഡോക്യുമെൻസും TC ഉൾപ്പെടെയുള്ള എല്ലാവിധ ഡോക്യുമെൻസും എടുത്തിട്ട് ഇൻ്റർവ്യൂവിന് ഹാജരാവണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും. അപ്പോൾ ഇന്ന കോഴ്സുകൾക്കാണ് ഒഴിവുള്ളത് എന്നുള്ളതും നിങ്ങളോട് പറയും. അപ്പോൾ ആ ഒരു കോഴ്സുകൾക്ക് ഒഴിവ്, ഏത് കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളാണെങ്കിൽ നിങ്ങൾ അതിൽ പോയിട്ട് പങ്കെടുക്കുക. അതായത് രാവിലെ നേരത്തെ തന്നെ പോവുക. അതിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. കാരണം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് നിങ്ങൾ ആ ഒരു പോളിയല്ല ITIയിൽ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു മുൻഗണനാ ക്രമത്തിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആദ്യം നേരത്തെ തന്നെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. ഏകദേശം രാവിലെ ഒരു 12 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് മുമ്പായിട്ട് എത്തണമെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം ഏകദേശം ഒരു 12 മണിയോടെ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് അവിടെ അലോട്ട്മെൻറ്റ്, അതായത് അഡ്മിഷൻ നൽകിയിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു തരും. അങ്ങനെ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ അന്നേ ദിവസം തന്നെ പോയിട്ട് അവിടെ ഓൾറെഡി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പോയിട്ട് അഡ്മിഷൻ നേടുക. ഇത്ര മാത്രമാണ് ഈ ഒരു ITIയുടെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടി, ഇനി മറ്റൊരു കോളേജിലും നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ആ ഒരു അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് പങ്കെടുത്ത് അവിടെ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാറാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപേക്ഷ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.